അദ്ദേഹത്തിന്റെ ഈ നീണ്ട ഒരു റൺ തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഇന്ന് അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു യാത്ര ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ഓടി തളർന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും മലയാളികളുടെ നമ്മൾ എല്ലാവരുടെയും ആദരവ് അദ്ദേഹം അർഹിക്കുന്നു, യാതൊരു സംശയവുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി എനർജി ലെവൽ ഇവിടെ കുറവാണ് എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളും ഓടി തളർന്നതാണോ എന്ന സംശയം. പക്ഷേ it's absolutely unbelievable. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ 812 കിലോമീറ്റർ ആണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും കൂടെ ഓടിയിരിക്കുന്നത്. 812 കിലോമീറ്റേഴ്സ്. എനിക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ പോലും പറ്റുന്നില്ല. 1 കിലോമീറ്റർ പോലും എനിക്ക് ഓടാൻ പറ്റുന്നില്ല. പക്ഷേ ഓടുന്നതിനേക്കാളും ഉപരി അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ആ ഓട്ടം ഏറ്റെടുത്തത്? ബ്ലഡ് ബാങ്ക്സിന് വേണ്ടി, രക്തം ശേഖരിക്കാൻ വേണ്ടി, which is such an important part of lives today. എത്രയോ ആൾക്കാർ ഈ ലോകത്ത് ബുദ്ധിമുട്ടുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻസ് ചാരിറ്റി പർപ്പസസിന് നൽകുന്നു. അതിപ്പോ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ഡൊണേഷൻ മാത്രമല്ല, മറ്റേത് കാരുണ്യ പ്രവർത്തനമായാലും ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും എന്നും മുമ്പിൽ തന്നെയുണ്ട്. ആൻഡ് ടുഡേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അദ്ദേഹം ഈ ഒരു ഓട്ടത്തോടു കൂടി ഈ ഒരു ബ്ലഡ് ദാനത്തിന് വേണ്ടിയുള്ള ഈ കോൺസെപ്റ്റ് റണ്ണിലൂടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ ആവുകയാണ്. ലോകത്തെ തന്നെ ഹീസ് പ്രോബ്ലി ദ ഫസ്റ്റ് ഇന്ത്യൻ to do this, which is spectacular. നല്ലൊരു കൈയടി തീർച്ചയായിട്ടും ചെമ്മണ്ണൂർ ഗ്രൂപ്പും അദ്ദേഹവും അർഹിക്കുന്നു. നല്ല ഹൃദയത്തിൽ നിന്നും നല്ലൊരു കൈയടി തന്നെ അദ്ദേഹത്തിന് നൽകണം, യാതൊരു സംശയവുമില്ല. ആദ്യത്തെ ഇന്ത്യനാണ് അദ്ദേഹം. മലയാളി ആയതിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ആൻഡ് അത് നിങ്ങൾ തന്നെ ഒന്ന് ഓടി നോക്കണം. ഇതിൽ എത്ര പേര് ഓടാറുണ്ട് എക്സസൈസിന് വേണ്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, ഹാഫ് മാരത്തോൺ എന്ന് പറഞ്ഞാൽ 21 കിലോമീറ്റർ, ഫുൾ മാരത്തോൺ എന്ന് പറഞ്ഞാൽ 53. പക്ഷെ ബോബി ചെമ്മണ്ണൂരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. 812 കിലോമീറ്റർ ആണ് അദ്ദേഹം ഇതിൽ തീർത്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ എല്ലാം മോട്ടീവ് ഇസ് വെരി സിമ്പിൾ. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു മന്ത്രയായിട്ട് അത് മാറിയിരിക്കുകയാണ്.